ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളൊരു യാത്ര പോവാട്ടോ. ഇത് വന്നിട്ട് നാഗർകോവിലുള്ള നാഗ ടെമ്പിളാണ്. ഈ ഒരു ക്ഷേത്രത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതെന്തൊക്കെയാണെന്നറിയോ? നമ്മുടെ നാഗർകോവിലിന് ആ ഒരു പേര് വന്നത് തന്നെ ഈ ക്ഷേത്രം കാരണമാണെന്നാണ് പറയപ്പെടുന്നത്. അടുത്ത പ്രത്യേകത എന്താന്ന് പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു കാർ പാർക്കിങ്ങും അതുപോലെ തന്നെ സ്കൂട്ടർ പാർക്ക് ചെയ്യാനൊക്കെ ഏരിയ ഉണ്ട് കേട്ടോ. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നുണ്ട്, എനിക്കത് അറിയാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി ദൂരമായിരുന്നു വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തത്. പിന്നെ അത്രയും ദൂരം നടക്കേണ്ടി വന്നു. വെള്ളത്തിലോട്ട് കയറുന്നതിന് മുന്നേ ഇവിടെ ഒരു വലിയൊരു കുളമുണ്ടേ. പക്ഷെ നല്ല വഴുക്കലുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ വീഴുമെന്ന് പേടിച്ച് ഇറങ്ങുന്നതാണ് കാണുന്നത്. എന്നാലേ ഇറങ്ങണ്ടെന്ന് വിചാരിക്കുമോ? അതില്ലല്ലോ. ഇതൊരു നാഗക്ഷേത്രം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ മെയിൻ വഴിപാടെന്ന് പറയുന്നത് പാലും മഞ്ഞപ്പൊടിയാണേ. അത് രണ്ടും നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. ഒന്തേലാട്ടോ പാലൊക്കെ തരുന്നത്. അത് വാങ്ങി ഇവിടെ അർപ്പിച്ച ശേഷം നമുക്ക് ആ മൊന്ത തിരിച്ചു കൊടുക്കണം. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. സാധാരണ ഇവിടെ നല്ല തിരക്കാണ്. ഇന്ന് ഞങ്ങൾ പോയ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് തൊട്ടപ്പുറത്തായിട്ട് ഒരു വലിയൊരു ക്ഷേത്രം കൂടി ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ ക്യാമറ അലോഡല്ല. അപ്പം നമുക്ക് അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ആ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴും ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള രീതികളാണ് അവിടെ എല്ലാം ഫോളോ ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ ഉള്ളിലായിട്ട് ഒരു മൺപുറ്റുണ്ട്. ആ മൺപുറ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 6 മാസം വെള്ള കളറും 6 മാസം കറുത്ത കളറിലുമാണ് കാണപ്പെടുന്നതെന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിനുള്ളിലെ പ്രധാന പ്രതിഷ്ഠ നാഗദൈവത്തിന്റെ ആണെങ്കിലും ശിവഭഗവാന്റെയും സുബ്രഹ്മണ്യ ഭഗവാന്റെയും അതുപോലെ തന്നെ ഗണപതിയുടെയും ദേവിയുടെയും ഒക്കെ പ്രതിഷ്ഠയും ഉണ്ട്. ഈ ഒരു മരവും ഇതിന്റെ പൂക്കളും ഒക്കെ കണ്ടപ്പോൾ എൻ്റെ അച്ഛമ്മ എനിക്ക് പണ്ട് പറഞ്ഞെന്ന കഥയാട്ടോ ഓർമ്മ വന്നത്. ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ നാഗത്തറയുടെ അടുത്തായിട്ട് ഈ ഒരു മരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ പൂക്കൾ കാണുമ്പോൾ സർപ്പം ഇങ്ങനെ പത്തി വിടർത്ത് നിൽക്കുന്ന പോലെയാണെന്നും അതുപോലെ ഇതിനെ നാഗപ്പൂവെന്നോ അങ്ങനെ എന്തോ ആണ് അച്ഛമ്മ പറഞ്ഞു തന്നിട്ടുള്ളത്. വളരെ കുഞ്ഞായിരുന്നപ്പോൾ കേട്ട കഥകളായതുകൊണ്ട് ഇപ്പം ആ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. നാഗത്തറയിൽ നിറയെ ഈ പൂക്കൾ ഇങ്ങനെ വീഴുന്നിരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അച്ഛമ്മ പറഞ്ഞു തന്ന കഥകൾ കേട്ടിട്ട് എനിക്ക് ഈ പൂവിനോട് ഒരു പേടിയായിരുന്നു ഉണ്ടായിരുന്നത്. പേടിയുടെ കാരണം ആ കഥകളിലൊരു വില്ലനും കൂടെ ആയിരുന്നു ഈ പൂവ്. ഈ പൂവ് ശുദ്ധിയോട് മാത്രമേ തൊടാൻ പാടുള്ളൂ, മറ്റു പൂക്കൾ വെച്ച് കളിക്കുന്നത് പോലെ തൊടാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സർപ്പശാപം കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നേ. ഓരോരോ വിശ്വാസങ്ങളല്ലേ. ഇതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അന്ന് എനിക്ക് പേടിയായിരുന്നു ഈ പൂവിനെ ഒന്ന് തൊടാൻ പോലും. നാഗർകോവിലിൽ നിന്ന് ഞങ്ങൾ നേരെ കന്യാകുമാരിയിലേക്കാട്ടോ പോയത്. കന്യാകുമാരിയിൽ ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ക്ഷേത്രത്തിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും ക്ഷേത്രം അടയ്ക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ലാസ്റ്റായിട്ട് കയറിയ ആൾക്കാർ ഞങ്ങളായിരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ നേരെ അവിടുത്തെ ബീച്ചിലേക്കാട്ടോ പോയത്. ഈ കന്യാകുമാരിക്കും ഒരു കഥയുണ്ട്. ഇത് പക്ഷേ എൻ്റെ സ്വന്തം കഥയാണ്. ഈ കഥ കേട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ വിചാരിക്കും ഇവിടെ എത്ര മന്ദബുദ്ധിയായിരുന്നു എന്ന്. സ്കൂളിൽ നിന്ന് ഒരു പ്രാവശ്യം ട്രിപ്പ് കൊണ്ടുപോയത് കന്യാകുമാരിയിലേക്കായിരുന്നു. അന്ന് ഞാനാണെങ്കിൽ കന്യാകുമാരിയിൽ പോയിട്ടേ ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് കന്യാകുമാരിയിലേക്ക് പോകുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ കഥകളിലൂടെയാണ് ഞാൻ കന്യാകുമാരിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇതെൻ്റെ സ്കൂൾ ടൈമിൽ നടന്നൊരു സ്റ്റോറിയാണ്. ആ സമയത്ത് ഈ ഇന്റർനെറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവള് പറഞ്ഞ കഥകളിൽ നമ്മുടെ നാട്ടിലെ സീഷോർ പോലെയേ അല്ല അവിടുത്തെ സീഷോർ. അവിടുത്തെ സീഷോറിൽ നിറയെ സെൽഫിഷും സ്റ്റാർ ഫിഷും ഒക്കെ ഒത്തിരി ഉണ്ടാവും. നമുക്കതൊക്കെ പറക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയൊക്കെ ആട്ടോ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അവരെല്ലാ വെക്കേഷനും അവിടേക്കാണ് പോകാറുള്ളത്. അവിടെ പോയിട്ട് വരുമ്പോൾ ഒക്കെ ഇതൊക്കെ പറക്കിയിട്ട് വരാറുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ആ ട്രിപ്പിന് പോകുന്നതിൻ്റെ എക്സൈറ്റേഷനെക്കാട്ടിലും കൂടുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ആ സീഷോറിൽ പോകുന്നതും അവിടെ നിന്ന് അതൊക്കെ കളക്ട് ചെയ്യുന്നതും ഒക്കെ ആയിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഇതൊന്നും അല്ല കന്യാകുമാരി എന്നുള്ളത്. പിന്നെ കന്യാകുമാരിയിൽ പോയിട്ടുള്ളവർക്കറിയാം നമുക്ക് അവിടെ നിന്ന് ഒത്തിരി ഷെൽസ് ഉണ്ടാക്കി ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. മുന്നേയൊക്കെ ഞാൻ കന്യാകുമാരിയിൽ വന്നിട്ടുള്ളപ്പോൾ ഒക്കെ നല്ല വെയിലത്താട്ടോ കടലിൽ ഇറങ്ങാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം എന്ത് ഭംഗിയെന്ന് അറിയോ കന്യാകുമാരിയെ കാണാൻ. ആ ഒരു മഴക്കാറും കടലും ഒരു അടിപൊളി വൈബായിരുന്നു. ഒത്തിരി തിരിച്ച് ഡ്രൈവ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു വെജ് മീൽസൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. എന്തോ ഭാഗ്യത്തിന് ഇറങ്ങുന്നത് വരെ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി മഴയായിരുന്നു. റോഡ് കാണാൻ പറ്റാത്ത അത്രയും നല്ല മഴയായിരുന്നു. പക്ഷെ കോവളം ടു ട്രിവാൻഡ്രം ആ ബൈപ്പാസിലൂടെ മഴയത്ത് ഡ്രൈവ് ചെയ്യാനും ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.